അമ്മ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? നമുക്ക് ഇഡലി ചട്ടണി ഇല്ല കേട്ടോ, അമ്പലത്തിലേക്ക് ഉണ്ടാക്കിയതാണ് സ്വാമിമാർക്ക്. അപ്പോ ഒരു അമ്പലത്തിലേക്കും സ്വാമിമാർക്കും 5:30 അവര് കൊണ്ടുപോയി രാവിലെ. അതെ, ഇഡ്ഡലി സാമ്പാർ. അതെ, ചട്നി ഇല്ല ഞാൻ സ്വാമിമാർക്ക്. ചട്ടണി സ്വാമിമാർക്ക് ചട്ടണി വേണ്ടായിരുന്നു, പക്ഷെ അമ്പലത്തിലേക്ക് ചട്ടണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞോ ചട്നി? അത് കഴിഞ്ഞു. ഇവിടെ എപ്പോഴും പെട്ടെന്ന് തീരുന്ന സാധനമാണ് ചട്നി. അതെ, എല്ലാവർക്കും അതാണ് ഇഷ്ടം. അതെ, അപ്പൊ അത് അച്ഛനാണെന്ന് ആദ്യം കഴിക്കണ ആള്. അതെ, ഞങ്ങള് കഴിക്കാൻ പോണേ ഉള്ളൂ. സാമ്പാർ 2 പാത്രം ഉണ്ടല്ലോ അമ്മേ. ഉച്ചക്കത്തേക്കാ ഒന്ന്. നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ ഇനി ഉച്ചക്ക് വേറെ കൂട്ടാൻ വെക്കണ്ടല്ലോ അല്ലെ? നീ കൂട്ടാൻ വെക്കണ്ട, ഇന്ന് തന്നെ. നീ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാവും, അതാണ്. അതെ അതെ. അത് വീഴും. അങ്ങനെ വെച്ചാ പോരാ, നമ്മള് കുറച്ച് കഴിഞ്ഞാൽ എടുക്കില്ലേ. അതെ അതെ. മുത്തശ്ശി അമ്പലത്തിൽ പോയിരുന്നു. അമ്മാന്റെ അമ്പലത്തിൽ പോയി, കുറച്ച് കഴിഞ്ഞാൽ വരും. അതെ. പിന്നെ ഇനി എന്താ വേറെ വിശേഷങ്ങള് നമ്മളുടെ? ഇനി നമ്മൾ ഓരോന്ന് ദോശയാണ്. എല്ലാരും ചോറല്ലേ ഉണ്ട്, നമ്മള് ദോശ. മാതാങ്കുന്നില് വായിക്കാൻ വന്നവരുണ്ടല്ലോ, അവരൊന്ന് പോവേ, കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി പോവാന്ന്. അപ്പൊ അവർക്ക് എന്താ ചോറ് വേണ്ടാത്ത? അവർക്ക് ട്രെയിനിന്ന് കഴിക്കാന് എത്ര 20 ഇഡ്ഡലി 15 ദോശ. പക്ഷെ അത് വേണ്ടായിരുന്നു, സാമ്പാർ വേണ്ട, ചട്ടണിയും വേണ്ട, പൊടി മതി പറഞ്ഞു, ദോശപ്പൊടി. അപ്പൊ നമുക്ക് ദോശപ്പൊടി ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കണ കുറച്ച് മുത്തശ്ശി ഉണ്ടാക്കുമ്പോഴാട്ടോ പറഞ്ഞു, എന്നാലും നമുക്ക് വീഡിയോയിൽ കാണിക്കാം എങ്ങനെയൊക്കെ എന്തൊക്കെ ചേർത്താണ് ഉണ്ടാക്കണത്. നമ്മൾ ഇതിന്റെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ദോശപ്പൊടി ഉണ്ടാക്കണത്, അപ്പൊ അതും കൂടെ കാണിക്കാം. അതെ. അമ്മ തിരക്കില്ല? അതെ അമ്മോ, അതിന്റെ ഇടയിലൊരു മാങ്ങ കഴിക്കുകയും ചെയ്തു. നമ്മുടെ നീളത്തിലുള്ള മാങ്ങ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആണ്. കിളിച്ചുണ്ടനാ? കിളിച്ചുണ്ടൻ ഒരു പ്രത്യേക തരം പേര് വെച്ചറിയാം. തമിഴ്നാട്ടിലൊക്കെ കാണുന്ന അങ്ങനത്തെ ടൈപ്പ് മാങ്ങ. നമ്മള് പണ്ട് അജിമാന്റെ അവിടെ പോയപ്പോ അവിടെ ഒരു അമ്പലത്തിൽ പോയില്ലോ, സുബ്രഹ്മണ്യന്റെ അമ്പലത്തിൽ അവിടെ പോയപ്പോ കണ്ടില്ലേ. ഇതിപ്പോ കേട്ടോ, നിങ്ങളൊക്കെ കഴിഞ്ഞു. അതെ അതെ. ഇത്രയും നമ്മള് ഇനി ഉപ്പും മുളകൊക്കെ ഇട്ടതാണ്. കുലുക്കും. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ്. അതെ. ഇപ്പൊ മുത്തശ്ശി അമ്പലത്തിൽ പോയപ്പോഴേ കിങ്ങിണി അവനോട് പറയുന്നു കൊണ്ടാൻ വേണ്ടി ഓർമ്മിപ്പിക്കണേന്ന്. മാളു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. മാളു യെസ് കഴിഞ്ഞു അല്ലേ? യെസ്, മാളു പറഞ്ഞ പോലെ. ഏയ് അത് മതി. അമ്മ ഞാൻ കുളിക്കാം, അങ്ങോട്ട് തരൂ. അല്ല അങ്ങോട്ട് തരൂ, ഞാൻ ആക്കാം. കാണണ്ടമ്മേ? ഉണ്ടമ്മോ. മാങ്ങ പെരട്ട് കുറച്ച് സമയം വെച്ചാൽ റെഡി ആവും അല്ലേ? അതെ, ഇപ്പൊ എല്ലായിടത്തേക്ക് എത്തി. ആയിക്കോട്ടെ. ഇനി നമുക്ക് കുറച്ചു നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മുത്തശ്ശി ഓറഞ്ച് കഴിക്കുക. ബിരിയാണി പരിപാടി സാധനം വാങ്ങാൻ പറഞ്ഞു, അപ്പൊ അതും വാങ്ങി. അതെ, പിന്നെ നല്ല പൂള കണ്ടു 2 വാങ്ങി. നാളെ ദോശക്ക് ഇഷ്ടം അങ്ങനെ. ഹായ്, ഓക്കെ മുത്തശ്ശി. അതെ അതെ, കാരണം നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാകൊണ്ടാണേ, അത്ര രുചിയുള്ളതുകൊണ്ടാണേ. ബോംബെക്കാര് പോകുമ്പോ പറയാലോ, പിന്നെ അന്നം തന്ന മുത്തശ്ശിയാണ്. അല്ല വേറെ എന്തോ ഒരു പറഞ്ഞു, അന്നപൂർണ്ണ എന്തോ വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുക, തൊട്ട് തലയിൽ കൈ വയ്ക്കുക. അപ്പൊ അയ്യോ അതൊന്നും വേണ്ടിട്ട് അല്ല, ഞങ്ങൾ അന്നത്തിന്റെ ആളല്ലേ, എന്തോ ഒരു വാക്ക് പ്രയോഗിച്ചു നോക്കൊണ്ടാണ് ഓർമ്മട്ടില്ല. പേര് പറഞ്ഞില്ല, അന്നദാതാവ് എന്നൊക്കെ പറഞ്ഞു, ഇതൊരു വാക്ക് പറഞ്ഞു. അതൊക്കെ സന്തോഷം. എന്തായാലും നമുക്ക് ഇങ്ങനെ ഇത്രയും ദൂരത്ത് നിന്നിട്ട് അവര് നല്ല അഭിപ്രായം കിട്ടുമ്പോ അത് ഇതല്ലേ. അപ്പൊ അവര് പറയും ഞങ്ങക്ക് നിങ്ങളെ എന്തുണ്ടാക്കി തന്നാൽ വിടില്ല, അയ്യോ കടയിൽ ഹോട്ടലിൽ ഞങ്ങക്ക് വേണ്ട, ഇന്ന് പോകുമ്പോഴേക്ക് വേണമെന്ന് പറഞ്ഞത് 10-15 ദോശ, 10-15 ഇഡ്ഡലി. ഇന്നൊരു ബാംഗ്ലൂർ പോവാ, അല്ല ബോംബെ ഇറങ്ങുകയായിരുന്നു. ഇന്ന് 5 ആളൊക്കെയാ പോണത്. ചിലവര് 2-3 ആള് നാളെ രാവിലെ പോണത്, ചിലവര് ഇന്നലെ പോയി.
ഓറഞ്ച് ഒന്നും മുത്തശ്ശി തോന്നുന്നു അത് കഴിച്ചു കഴിഞ്ഞു. കടല മുട്ടായി എല്ലാരും പണിയെടുത്ത ക്ഷീണ എല്ലാരും മൊത്തം പറയാൻ നിൽക്കുമോ 3-4 ദിവസമായിട്ട്. പക്ഷെ ഇന്നലത്തെ ഒരു പണി എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ അരിയറവൊക്കെ എന്നോ എനിക്ക് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല വരുമ്പോഴേക്ക് ഇങ്ങനെ അരച്ചു വെക്കുന്നേ. പിന്നെ തമ്പുരാട്ടി ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പോയതായിരുന്നു. കുറച്ചേരം പറഞ്ഞ അങ്ങനെ ഇന്ന് കുറച്ച് സമയം പിടിച്ചു. അങ്ങനല്ലേ മുത്തശ്ശിക്കൊക്കെ കൂടെ പണിയാണ്ടോ. ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അരി അരച്ച് രാവിലെ ഇഡ്ഡലി മുത്തശ്ശി തന്നെ ഉണ്ടാക്കാറ്. സാമ്പാറും ചട്ടണി ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ചെയ്യാം. ചായ മുത്തശ്ശി ഉണ്ടാക്കും. ചായ ഇല്ല കാപ്പി ഇല്ല അവർക്ക്. രാവിലെ കാപ്പിയോ ചായ അങ്ങനെ. അപ്പൊ രാവിലെ ഇന്ന് 5:30 സ്വാമിമാരെത്തി. സ്വാമിമാർ ഇഡ്ഡലി അമ്പലത്തിൽ അടുത്ത അമ്പലവർക്ക് പിന്നെ പോവാൻ കൊണ്ടുപോകാനാണ് ഇഡ്ഡലി വണ്ടിയിൽ കൊണ്ടുപോകാനാണ്. 150-200 ഇഡ്ഡലി സാമ്പാറ്. അതെ ഇന്നപ്പോ എന്താ ഉണ്ടായതെന്ന് വെച്ചാല് സാമ്പാർ 2 പ്രാവശ്യം വെച്ചു. 150 ഇഡ്ഡലിക്കുള്ള സാമ്പാർ പ്രാവശ്യം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഉണ്ടല്ലോ ഇഡ്ഡലികള് കറി ഉണ്ടായിരുന്നു അമ്പലത്തിലേക്കൊക്കെ. അപ്പൊ അതൊക്കെ വേറെ അങ്ങനെ 2 ട്രിപ്പ് സാമ്പാർ ഉണ്ടാക്കി. പിന്നെ ഈ പണിയും ഒക്കെ കൂടെ കഴിഞ്ഞിട്ട് സാമ്പാരോട് കുളിക്കാതെ ഉണ്ടാക്കി. ഞാൻ 3 മണിക്ക് നേരിട്ട് കുളിച്ചു വന്നു. 3 മണിക്ക് നേരിട്ട് കുളിച്ചു വൈകുന്നേരം വന്നുണ്ടാക്കി. എന്റെ വായിൽ കടലമുട്ടായി കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്. എല്ലാരും ക്ഷമിക്കുക. അപ്പൊ ക്ഷീണായി. എന്തായാലും ഇനിയിപ്പോ കുറച്ചു ദിവസം റെസ്റ്റ് ഇല്ല പറ്റില്ല. മാളു ഹായ്. കടലമുട്ടായി കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ കുക്കിങ്ങിലേക്ക് ഇന്ന് കുക്കിംഗ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ കുക്കിംഗ് എന്താന്ന് വെച്ചാൽ നമ്മള് ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു സ്ട്രീറ്റ് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് വേവിച്ചതിന് ശേഷം ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പൊ അതെല്ലാവർക്കും കാണിച്ചു തരാം. അപ്പൊ അതിന്റെ മുന്നേ ഇതാ നമ്മുടെ കിച്ചൺ ഇന്ന് കുറച്ച് മെസ്സി ആയി കിടക്കണം. ഇത് നമുക്കിനി നല്ല ഭംഗിയാക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കുമ്പോഴേക്കും ശരിക്കും ഇവിടെ ഒക്കെ വൃത്തിയാവണം. അങ്ങനെ ആക്കിയതിന് ശേഷം കാണാം കേട്ടോ. അപ്പൊ നമ്മളിന്ന് വൈകിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് ആണ് കേട്ടോ അത്. നമുക്ക് എന്ത് ചെയ്യണം പറയുമ്പോൾ എന്ത് ചെയ്യണം? കഷ്ണങ്ങൾ അരിയണം. അതെ നമുക്കൊരു 4-5 തക്കാളി അരിയാനുണ്ട്. 2 തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടും പിന്നെ സലാഡിന് സാലഡിലേക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കണം. കുറച്ച് നേരത്തെ പണിയുണ്ട്. കുറച്ച് നേരം അല്ല, വലിയ സമയം കൊടുക്കില്ല. എന്നാലും പെട്ടെന്ന് നമ്മള് ഇതൊക്കെ അരിഞ്ഞു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പൊ അരിയാൻ വേണ്ടിയിട്ട് നമുക്ക് അരിഞ്ഞേക്കാം. ഇതിൽ കാണിച്ചു കൊടുക്കണം. വട്ടത്തിലാണ് കേട്ടോ അരിയേണ്ടത്. നല്ല റൗണ്ട് ഷേപ്പിൽ വേണം ഈ ടൊമാറ്റോ റൈസിന് നമ്മൾ തക്കാളി അരിയാൻ. നമുക്ക് കുറച്ച് വലിപ്പം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുഞ്ഞി തക്കാളി എടുക്കാം. അതുപോലെ നമ്മളിന്ന് ഒരു ഇൻഡസ് വാലിയുടെ കടായിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഗ്രീൻ പീസൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ സാധാ നമ്മൾ വേവിച്ചതില്ലേ, നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം ആക്കില്ലേ, അതിൽ ആ ഗ്രീൻ പീസ് എടുത്താലും മതി. മറ്റത് ഗ്രീൻ പീസ് കിട്ടില്ലേ, നല്ല രസമല്ലേ അത്, ഫ്രോസൺ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സാധാ ആയാലും മതി കേട്ടോ. അതിലങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇന്ന തന്നെ വേണം എന്നുള്ളതൊന്നുമില്ല. നമ്മളെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്കൊരു സംഭവം. അപ്പം അതാ നമുക്ക് തക്കാളി ഇവിടെ എന്താ കട്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ബസുമതി റൈസ് നമുക്ക് എന്ത് ചെയ്യാം, കഴുകിയിട്ട് ഫുള്ളായിട്ട് എടുക്കാം. കാരണം ഇത് നാളത്തേക്കും ഇപ്പൊ നമ്മള് എനിക്ക് ചില ബിരിയാണികളൊക്കെ ഉണ്ടാക്കുമ്പോഴേ പിറ്റേ ദിവസത്തേക്ക് ആവി കയറ്റി കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ഉണ്ടാവില്ലേ, ഉണ്ടാവില്ലേ വാള്? അപ്പൊ എനിക്ക് സ്കൂളിലും കണ്ടാവാലോ. പക്ഷെ അത് കേടുവരുമോ? അല്ലേ? അപ്പൊ നമുക്ക് ഒരു കിലോ ഒക്കെ എന്തായാലും വേണ്ട. കാരണം ഇത് ഭയങ്കരമായിട്ട് പൊങ്ങിയൊന്നും വരുന്ന അരിയല്ലല്ലോ, എന്ന് വെച്ചാൽ കുതിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഗോൾഡൻ ബസുമതി റൈസ് ആണ് മുത്തശ്ശി ഇത്തവണ വാങ്ങിയിരിക്കുന്നത്. വൈറ്റ് അല്ല, ഞാൻ വൈറ്റാണ് ഉദ്ദേശിച്ചത്, പക്ഷെ മുത്തശ്ശി ഗോൾഡനാണ് വാങ്ങിയത്. പക്ഷെ ഗോൾഡൻ വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നന്നായിട്ട്
സോൾട്ട് എത്ര ഉപയോഗിച്ചിട്ടില്ല. നമ്മള് നമ്മൾ അധികം വൈറ്റാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. മുത്തശ്ശിക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ലായിരുന്നു, അതായിരിക്കും. ഞാൻ എഴുതിയതിൽ ഞാൻ ബസ്മതി റൈസ് മാത്രമേ എഴുതിയുള്ളൂ. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ച് വെക്കാം. നമ്മളിപ്പോ നോർമലി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. ഒരു 6-7 മാസം വരെ കേടുവരാത്ത രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ളത് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതിന് മടിയാണ്. ഇപ്പൊ അതേപോലെ മല്ലിയില നമ്മൾ സ്റ്റോക്ക് വെക്കാറില്ല. ഇപ്പൊ ഭയങ്കര തിരക്കും ഇങ്ങനെയൊക്കെ ഇവര് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആയതുകൊണ്ടേ അധികം അതിനാവശ്യം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മല്ലിയില അങ്ങനെ വാങ്ങിച്ചു വെക്കാറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഇതൊക്കെ മുത്തശ്ശിയാണ് ഇപ്പൊ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. മുത്തശ്ശിക്ക് ഇഷ്ടമല്ലെങ്കിൽ മുത്തശ്ശി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ. ഇന്ന് നല്ല പണിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു പിക്കിൾ ഉണ്ടാക്കാം. ഇത് എൻ്റെ ഒരു ഇൻസ്റ്റന്റ് പിക്കിളാണ് കേട്ടോ. പിന്നെ അത് നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുക. കായം ഞാനിവിടെ മുത്തശ്ശി ഉരുക്കി വെച്ചത് കണ്ടപ്പോ തൊട്ടെനിക്ക് ആഗ്രഹം മാങ്ങാക്കറി കഴിക്കാൻ. അപ്പൊ നമ്മള് ചോദിച്ചൊന്ന് എന്തായാലും അമ്മേ എന്തായാലും മുത്തശ്ശി മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാങ്ങാക്കറി ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഉണ്ടാക്കണ മാങ്ങാക്കറിയില്ലേ, നമ്മള് ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കണത്, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുങ്കയില്ലേ, എണ്ണമാങ്ങ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് മാങ്ങ എന്തായാലും നുറുക്കിയതിന് ശേഷം കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബസുമതി റൈസ് ഇവിടെ റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേവണേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ ഇപ്പോൾ ഉപ്പിട്ടിട്ട് വേവിക്കേണ്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിലേ മറ്റേ എന്താപ്പോ ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ ഒഴിക്കാം കേട്ടോ. അതിൻ്റെ മേലെ വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മൾ അത്ര വലിയ ആർഭാടൊന്നും കാണിക്കാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ മാങ്ങ നുറുക്കട്ടെ കേട്ടോ. എന്നിട്ട് മാങ്ങക്കറി ഉണ്ടാക്കിയിട്ട് കാണിക്കാം. മാള് ക്യാമറ എടുത്തു വന്നു. മുത്തശ്ശിയുടെ ഉലുവപ്പൊടി ഉണ്ട് വെച്ചോ. അതാ നമ്മളിപ്പോ മുളക് പൊടി ഓ ഗുഡ് ഗേൾ തന്നെ മാള് കുട്ടി. പിന്നെ പിന്നെ മുളക് പൊടി ഉപ്പും മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് എന്താ പറയാ ഉലുവപ്പൊടി, കായം ഇവിടെ ഉരുക്കി വെക്കാറാണ് പതിവ് കേട്ടോ. കായം ഉരുക്കി വെക്കാറാണ് പതിവ്. ഇത് പിന്നെ എന്ത് നാളെ കൊണ്ട് തീരും, ഇത്രയല്ലേ അച്ചാറുള്ളൂ. പിന്നെ ഉലുവപ്പൊടി ഇടുക, പിന്നെ അതുപോലെ തന്നെ കായം, ഇത്ര നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇടാറുള്ളൂ. ഇനിയിപ്പോൾ അല്ലാത്തവർക്ക് വേണമെങ്കിൽ കടുക് ഇടാം. അപ്പോൾ ഉലുവ ഇടില്ല തോന്നുന്നുണ്ട് അല്ലേ. മുത്തശ്ശി ചെയ്യണതൊക്കെ നോക്കി കണ്ട് പഠിക്കണ്ട് ഞാനിപ്പോൾ. അപ്പം ഉലുവപ്പൊടി അന്വേഷിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് അമ്മ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഇന്നലെ ഉണ്ടാക്കാന്നാട്ടോ വിചാരിച്ചത് ഈ ടൊമാറ്റോ റൈസ്. പക്ഷെ ഇന്നലെ അത് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നിപ്പോ ഇനിയിപ്പോ നമുക്കിത് ഒന്ന് വിസിലടിക്കാനുണ്ട്. കുക്കറിൽ വെക്കണോ? കുക്കറിൽ വെച്ചാൽ നല്ല വേവില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഗ്യാസിൽ തന്നെ വെക്കാം. ഹായ്, മുത്തശ്ശി എപ്പോഴും ഇങ്ങനെ വറുത്ത് വെക്കും ഉലുവപ്പൊടി. കുറച്ച് ഉലുവപ്പൊടി ഇടാല് കയപ്പ് വരും അധികം ഇട്ടാല്. ഉലുവ വറുത്തിട്ട് പൊടിക്കുക. കായം എന്താ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാ അച്ചാറിന് കായം ഉണ്ടാക്കാറുള്ളത് എന്നൊക്കെ. അച്ചാർ ഉണ്ടാക്കുമ്പോഴും നമ്മൾ കൈമുറുക്ക് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കായം അലിയിക്കുക കേട്ടോ ചെയ്യുക. കായം അലിയിച്ചത് ഇത് അതില് നിങ്ങൾ കാണിക്കുമ്പോൾ ഇതാ ഒരു 1.5 സ്പൂണോളം കായം അലിയിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. മളുവിന് മുളക് പൊടിയുടെ സ്മെല്ല് വരുമ്പോ ചുമ വരുന്നുണ്ടോ? ഈ ടൊമാറ്റോ റൈസിനൊരു അച്ചാറും അതുപോലെ തന്നെ സാലഡും മാത്രം മതി. ഇത് നമ്മളെ 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ 1 കിലോ അരി നമുക്ക് ഇവിടെ എല്ലാവർക്കും അധികമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് നാളത്തേക്ക് നമുക്ക് ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും. ഇന്നപ്പം നമുക്ക് ഈ പകുതി മതി. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ അംഗം.
ഇനി നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കണം കേട്ടോ. ഗ്രീൻ പീസ് അത് വെന്ത് കിട്ടുമ്പോൾ സമയം എടുക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അടച്ചു വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇത്രയൊക്കെയുള്ളൂ പണി. ഇതാ നമ്മൾ ടൊമാറ്റോ പ്യൂരി ആയിട്ട് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളുടെ ടൊമാറ്റോ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ജ്യൂസ് പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് പാത്രമൊക്കെ വെച്ച് ഇനി അതിലേക്ക് ഒന്ന് ചൂടായി, പാത്രം ചൂടായി വരുമ്പോൾ വേണം നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇടാൻ. അങ്ങനെ നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട, വയനയില. ഇനി നമുക്ക് അപ്പം തന്നെ വേണം സവോള ഇടാൻ. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ആ നെയ്യിൽ ഇതിടുമ്പോഴേ ആ ഒരു സ്മെല്ല് അരേ വാ. അതെ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും കൂടെ. പിന്നല്ല പിന്നെ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതും കൂടെ ഇടാം. അമ്മൂടുവോ? ഓ, നല്ലൊന്ന് വഴറ്റാം. അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടോ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വഴണ്ടി വന്നു. ഒരു ഇളം ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്ത് മുളക് പൊടി. നമ്മൾ 2 സ്പൂണാട്ടോ എടുത്തത്. പച്ചമണം ഒക്കെ ഒന്ന് പോണ വരെ നല്ല ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇനി അടുത്തത് തക്കാളിയാണ് കേട്ടോ. അപ്പൊ നല്ല വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിട്ടില്ലേ കാണാൻ? അതെ. ഇനി നമുക്ക് കുറച്ച് പൊടിയുപ്പ് ചേർക്കാം. അപ്പോൾ ഇതിലെല്ലാ കഷ്ണത്തിലൊക്കെ ഒന്ന് നല്ല പിടിച്ചോളും. പിന്നെ നമ്മൾ കുറച്ച് പൊടിയുപ്പ് ചേർക്കാം. തക്കാളി പ്യൂരി കഴിക്കണം. അമ്മയാണ് ഇതൊക്കെ റെഡിയാക്കി തന്നെ. അപ്പൊ ഉണ്ടാക്കൽ മാത്രമേ എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ. ഇതിന്റെ പച്ചമണാണ് ശരിക്കും മാറേണ്ടത്. അതെ, ഗ്രീൻ പീസ് ഇതും കൂടെ അതിൽ കടന്ന് നമ്മൾ നല്ല ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും നല്ലോണം പിടിച്ചൊക്കെ റെഡി ആയിക്കോളും. നമ്മളെ മസാല കംപ്ലീറ്റ് ആയി. അതെ, ഉപ്പും പിന്നെ നമ്മളെ മസാലകളും എല്ലാം തക്കാളി പ്യൂരി എല്ലാം കൂടെ റെഡി ആയിട്ട് നല്ലതിൽ വരും. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തതിൽ എനിക്കൊന്ന് നല്ലൊന്ന് വറ്റി റെഡിയാക്കാം. അപ്പം നല്ല ഇപ്പം നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ ഒരു എന്താ പറയാ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ, ഈ ഒരു കുറച്ച് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെ ഇടണം, എന്നാലേ നമുക്ക് അരി ഇടുമ്പോ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. വരില്ലോ. അതെ, അരി എന്ന് പറഞ്ഞാൽ ചോറ് നമ്മൾ ആക്കി വെച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണല്ലോ, അതെല്ലാരും കണ്ടുവല്ലോ. ഇവിടെ നമ്മുടെ ടൊമാറ്റോ റൈസിന് ഇത്തിരി കളർ കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരി മുളക് പൊടിയല്ല നമ്മൾ ആഡ് ചെയ്തത്, അത് തീർന്നു കേട്ടോ. മുത്തശ്ശിയുടെ പൊടിപ്പിച്ച് വെക്കാറാ പതിവ്, അപ്പം അതാണ് കുറച്ച് കളർ കുറവ്. നമ്മൾ പുതിനയുടെ മല്ലിയിലൊക്കെ അരിഞ്ഞിട്ടു കേട്ടോ. എന്താ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് വേണം നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇതിൽ കുറച്ച് ചേർക്കാൻ. മുഴുവൻ വേണ്ടയില്ല തോന്നുന്നു. ബാക്കി നമുക്ക് നാളെ എന്തെങ്കിലും എടുക്കാം. എന്താ പറയാ, ഫ്രീസറല്ല ഫ്രീസറിൽ വെച്ചാൽ മതി പറയാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാട്ടോ. മതിയാവും, എല്ലാവർക്കും തികയില്ലേ? ഒരു ചട്ടോട് ഇടണോ? ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട്
മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ പാകമായിരിക്കുമല്ലോ അല്ലേ? കാരണം അരിയിൽ ഞാൻ കുറച്ച് അധികം ഉപ്പിട്ട് കുറച്ച് അധികം ഇല്ല, നമ്മളതിലും കുറച്ചിട്ടുണ്ടല്ലോ. സംഭവം ഉഷാറുണ്ട്. അപ്പൊ നമ്മളെ ടൊമാറ്റോ റൈസ് ആയിട്ടോ. നമ്മള് ഇത്തവണ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല, അതാണ് കുറച്ചൊരു കളർ കമ്മി. അതുകൊണ്ടാണ് കളർ കമ്മി എന്ന് പറഞ്ഞു പോയി ഞാൻ. കളർ കുറവ്. അതെ. പിന്നെ അതുപോലെ സാലഡിലേക്ക് ഇനി തൈരും കൂടെ ഒഴിച്ചാൽ മതി കേട്ടോ. റെഡി ആയിട്ടൊക്കെ അതെ, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ഒരു ഇതിൽ ഇരുന്നോട്ടെ. എന്താ വെച്ചാൽ അച്ഛൻ വന്നിട്ട് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പപ്പടവും കാച്ചാനുണ്ട്. മാങ്ങാക്കറി ഞാൻ ഉണ്ടാക്കി. ഗുഡ് ഗേൾ പറയും അമ്മ. ഗുഡ് ഗേൾ. അതെ, അമ്മയാണ് എല്ലാ മക്കൾക്കും മോട്ടിവേഷൻ അല്ലേ? സ്വന്തം അമ്മമാരാണ് എപ്പോഴും മക്കൾക്ക് മോട്ടിവേഷൻ ആവേണ്ടത്. ഒന്നെങ്കിൽ ഫുഡ് ഉണ്ടാക്കല് മാത്രം, അല്ലെങ്കിൽ ക്ലീനിങ് പരിപാടി മാത്രം. ഇപ്പൊ ഇന്നലെ ക്ലീനിങ്ങും പാത്രം കഴുകലും ഉണ്ടായി. എന്നിട്ട് ഞാൻ ഈ ഡിഷ് വാഷ് ഇല്ലേ, ഇതൊക്കെ സ്പ്രേ ചെയ്തിട്ട് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് തുടച്ചത്. നല്ല സ്മെല്ല് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ലിക്വിഡ് ഡൈലൂട്ട് ചെയ്ത് അങ്ങനെ ബോട്ടിലാക്കി വെക്കുക ചെയ്യാറുള്ളത്. ഇനിയിപ്പൊ ക്ലീനിങ് ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷമാണ് ക്ലീനിങ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.